നമസ്കാരം. മരണപ്പെട്ട ADM നവീൻ ബാബുവിന്റെ കൈവശമുണ്ടായിരുന്ന 2 ഫയലുകൾ നഷ്ടപ്പെട്ടതിന് പിന്നിൽ കളക്ടർ അരുൺ കെ വിജയന് കൃത്യമായ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട 2 ഫയലുകൾ നവീന്റെ മരണശേഷം കണ്ടെത്താനായില്ല എന്ന വാർത്ത ഈ കേസിനെ കൂടുതൽ സംശയങ്ങളിലേക്ക് നയിച്ച ഒന്നാണ്. എന്നാൽ ഇതിനു വേണ്ടിയാണോ നവീനെ ഇല്ലാതാക്കിയത് എന്ന ചോദ്യത്തിന് കൂടി വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കേണ്ടിയിരുന്നു. ഇത് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ചുമതലയാണ്. മിസ്സിംഗ് ആയ 2 ഫയലുകളിൽ ഒന്ന് ക്വാറി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മിസ്സിംഗ് ആയ 2 ഫയലുകളും ക്വാറി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂരിലെ ക്വാറി മാഫിയകൾക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം പുറത്തു വന്നതാണ്. നവീനെ പോലെ ഒരുപാട് വർഷങ്ങളെടുത്ത് അധികാരത്തിന്റെ പടവുകൾ കയറിയ, അതും സ്വന്തം പ്രയത്നത്തിന്റെ ഫലമായി അധികാരത്തിന്റെ പടവുകൾ കയറി ADMന്റെ തസ്തികയിലെത്തിയ അന്വേഷണ തൽപരനായ ഒരാൾക്ക് കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ഒരു സ്ഥലത്തെ മാഫിയ സംഘങ്ങളുടെ കള്ളക്കളികൾ പൊളിച്ചടുക്കാൻ അധിക സമയം ആവശ്യം വന്നു കാണില്ല. എന്തുകൊണ്ടും ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള നവീനെ പോലെ ഒരു ക്ലീൻ ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥൻ ഒരിക്കലും കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിന് അനുയോജ്യനായിരിക്കില്ല. CPM അനുഭാവിയാണെങ്കിൽ പോലും, CPMന്റെ പല മനസ്സ് കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും നവീൻ ബാബുവിന് ഒരിക്കലും തൻ്റെ ജോലിയിൽ മനസ്സുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും നവീൻ ബാബുവിന് ഉന്നത സ്വാധീനങ്ങളിൽ വശംവദനാകാത്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സഹപ്രവർത്തകയായ ദിവ്യ S. അയ്യരുടെ വാക്കുകളിൽ പോലും നവീൻ ബാബു കറകളഞ്ഞ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സഹപ്രവർത്തകയായ ദിവ്യ S. അയ്യരുടെ വാക്കുകൾ പോലും. അന്ന് യാത്രയയപ്പ് ചടങ്ങിന് ശേഷം തിരികെ പോരുന്ന കണ്ണൂരിലെ തന്റെ അവസാന ദിവസം യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കാനായി താമസ സ്ഥലം പൂട്ടിയിറങ്ങിയ നവീൻ ബാബുവിന്റെ കൈവശം 2 ബാഗുകൾ ഉണ്ടായിരുന്നു. ഈ ബാഗുകൾ യാത്രയയപ്പ് ചടങ്ങിന് ശേഷവും തിരികെ കാറിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന ഷംസുദ്ദീന്റെ മൊഴിയിലുണ്ട്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രാമധ്യേ മുനീശ്വരൻ കോവിലിനടുത്ത് വെച്ച് നവീൻ ബാബു ആ കാറിൽ നിന്നും ഇറങ്ങുന്നു. മറ്റാരെയോ കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇറങ്ങിയത് എന്നാണ് ഷംസുദ്ദീന്റെ മൊഴിയിലുള്ളത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ നവീൻ ബാബു ഈ ബാഗ് കയ്യിൽ എടുത്തിരുന്നു എന്ന് ഷംസുദ്ദീന്റെ മൊഴിയിലില്ല. അങ്ങനെ എടുത്തിരുന്നുവെങ്കിൽ പിന്നീട് ആ 2 ബാഗുകൾ എവിടെ പോയി? തിരികെ തന്റെ താമസ സ്ഥലത്തെത്തിയ നവീൻ ബാബുവിന്റെ കയ്യിൽ ആ ബാഗുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മരണശേഷം നടത്തിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആ 2 ബാഗുകളെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് സൂചന. സാധാരണയായി ഇൻക്വസ്റ്റ് അഥവാ പ്രേത വിചാരണ നടത്തുന്നത് ആ മരണത്തിനാസ്പദമായ കാര്യങ്ങൾ, അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നതിനാവശ്യമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. എന്നാൽ ഇൻക്വസ്റ്റിൽ എവിടെയും 2 ബാഗുകളെ പറ്റി പരാമർശിച്ചിട്ടില്ല എന്നാണ് സൂചന. എങ്കിൽ മുനീശ്വരൻ കോവിലിൽ ഇറങ്ങിയപ്പോൾ നവീൻ ബാബു ആ ബാഗ് എടുത്തിട്ടില്ലായിരുന്നു എന്ന് കരുതേണ്ടി വരും. അല്ല എങ്കിൽ മുനീശ്വരൻ കോവിലിന് ഇറങ്ങിയ ശേഷം നവീൻ ബാബുവിൽ നിന്നും മറ്റാരോ ആ ബാഗുകൾ കൈവശപ്പെടുത്തിയെന്നും ധരിക്കാം. അതുമല്ല എങ്കിൽ ശത്രുക്കളുടെ ഭീഷണി ഭയന്ന് അതുമല്ല എങ്കിൽ അപകടം മുൻകൂട്ടി മണത്തെറിഞ്ഞ നവീൻ ബാബു ആരുടെയോ കയ്യിൽ ആ ബാഗുകൾ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും കരുതാം. എന്തായാലും 2 പ്രധാനപ്പെട്ട ഫയലുകൾ നവീൻ ബാബുവിന്റെ പക്കൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു അഥവാ കാണാതായി എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അന്നുണ്ടായിരുന്ന ഈ 2 ബാഗുകളിൽ ഈ ഫയലുകളായിരുന്നു എന്ന സംശയം സ്വാഭാവികമായും ഉയരുന്നതാണ്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗീത IAS നടത്തിയ അന്വേഷണത്തിൽ പല ഞെട്ടിക്കുന്ന തെളിവുകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതാണ്. നവീൻ ബാബുവിനെതിരെ പ്രതിയായ PP ദിവ്യ ആരോപിക്കുന്നത് പോലെ നവീൻ ബാബു ഒരിക്കലും ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ട്. അതിൽ PP ദിവ്യയുടെയും കളക്ടറുടെയും ഗൂഢാലോചനയുടെ പല തെളിവുകളും വ്യക്തമാക്കിയിരുന്നു എന്നാണ് അറിയാനാവുന്നത്. യാതൊരു വിധത്തിലുള്ള സ്വാധീനങ്ങൾക്കും വശംവദയാകാത്ത ഗീത IAS അത്രയും കൃത്യമായ റിപ്പോർട്ടാണ് നവീൻ ബാബുവിന് വേണ്ടി അധികാരങ്ങളിൽ സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ CPMന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഗീത IAS ഇപ്പോൾ.
ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ നവീൻ ബാബുവിനെ പോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് മാഫിയയുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് ഗീത IAS. ഗീത IASന്റെ അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ണൂർ കാസർഗോഡ് മാഫിയകളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ് അവരും. നവീൻ ബാബുവിന് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യരും ഇനി ഗീത IASന്റെ ജീവന് വേണ്ടി കൂടി ഈശ്വരനോട് പ്രാർത്ഥിക്കാതെ തരമില്ല. തനിക്ക് നേരെ വരുന്ന എതിർ ശബ്ദങ്ങളെ വെട്ടിയൊതുക്കി മാത്രം ശീലിച്ച CPMന്റെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഗീത IASനെ പോലെ ഒരു സത്യസന്ധയായ ഉദ്യോഗസ്ഥയുടെ ജീവന് ഏറെ ഭീഷണിയുണ്ടാകുമെന്ന് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും. എന്തായാലും ഗീതയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ കാണാതായ 2 ഫയലുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ നവീൻ ബാബു കേസിൽ അടുത്ത ഇര എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റിലാകും.